السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. نستغفر الله الذي لا إله إلا هو الحي القيوم ونتوب إليه. اللهم اغفر لنا خطيئتنا وجهلنا وإسرافنا في أمرنا. اللهم اغفر لنا جدنا وهزلنا وخطأنا وعمدنا وكل ذلك عندنا. اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما أعلنا وما أنت أعلم به منا. أنت المقدم وأنت المؤخر وأنت إلهنا وأنت على كل شيء قدير. أما بعد. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അഖീദത്തുൽ വാസിത്തിയ്യയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർറിദാ അഥവാ അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന റബ്ബിൻ്റെ സിഫത്ത് അഥവാ റബ്ബിൻ്റെ വിശേഷണം അറിയിക്കുന്ന ആയത്താണ് ഇനി നമുക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഉദ്ധരിച്ചത് വായിക്കാനുള്ളത്. വഖൗലുഹു തആല റളിയല്ലാഹു അൻഹും വറദു അൻ. പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ നിന്നുള്ള ഈ ഭാഗമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ സിഫത്ത് അള്ളാഹുവിൻ്റെ റിദാ, അവൻ്റെ തൃപ്തി എന്ന വിശേഷണം സൂചിപ്പിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഖുർആനിലെ ഒന്നിലധികം ആയത്തുകളിൽ ഈ പ്രയോഗം വന്നിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറദൂ, അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അൻഹു, അവനെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളിലൊന്നാണ്, അവൻ്റെ സിഫത്തുകളിലൊന്നാണ് അർറിദാ അഥവാ അള്ളാഹുവിൻ്റെ തൃപ്തി. അവൻ്റെ റിദ്വാൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള അതേ വാക്ക് തന്നെയാണ്, റിദാ എന്ന വാക്ക് തന്നെയാണ് റിദ്വാൻ. ചെറിയ വ്യത്യാസത്തോടു കൂടി ഞാനത് വിശദീകരിക്കാം ഇൻഷാ അള്ളാഹ്. അള്ളാഹുവിൻ്റെ ഫിഅലിയായ സിഫത്തുകളിലൊന്നാണ് റിദ. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ രണ്ടായിത്തിരിക്കാം, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ രണ്ടായിത്തിരിക്കാം. ഒന്ന് സിഫാത്തുൻ ദാത്തിയ, രണ്ട് സിഫാത്തുൻ ഫിഅലിയ അല്ലെങ്കിൽ സിഫാത്തുൻ ഇഖ്തിയാരിയ എന്നും പറയും. ഒന്ന് സിഫാത്തുൻ ദാത്തിയ, അള്ളാഹുവിൽ ഉള്ള അവൻ്റെ വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അവൻ ആ വിശേഷണങ്ങൾ ഉള്ളവനാണ്. ഉദാഹരണത്തിന് റബ്ബ് ഹയ്യാണ്, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. ഹയാത്ത് എന്നവൻ്റെ വിശേഷണം എപ്പോഴും ഉള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഖവിയാണ്, അവൻ ഖുവ്വത്തുള്ളവനാണ്, ശക്തിയുള്ളവനാണ്. അവൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് വജ്ഹുണ്ട്, അവന് മുഖമുണ്ട്, അവന് കണ്ണുകളുണ്ട്. അതവൻ്റെ ദാത്തിലുള്ളവൻ്റെ വിശേഷണങ്ങളാണ്. എപ്പോഴും അവൻ ആ വിശേഷണങ്ങളുള്ളവനാണ്. അതേസമയം ഫിഅലിയായവൻ്റെ വിശേഷണം എന്നാൽ അവൻ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യുന്ന അവൻ്റെ വിശേഷണങ്ങളാണ് ഫിഅലിയായ സിഫത്തുകൾ. ഉദാഹരണത്തിന് അള്ളാഹു ഖാലിഖാണ്, അവൻ സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ സൃഷ്ടിക്കും. അവൻ മഹബ്ബത്ത് അവൻ്റെ വിശേഷണമാണ്. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സ്നേഹിക്കും. അവൻ്റെ ഉദ്ദേശവുമായി അത് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതേസമയം എപ്പോഴും അവനുള്ള വിശേഷണങ്ങളുണ്ട്. ഖുദ്റ, അവൻ കഴിവുള്ളവനാണ്. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ആവുന്നതല്ല, മറിച്ച് അവൻ ഏത് കാര്യത്തിനും എപ്പോഴും കഴിവുള്ളവനാണ്. അവനിൽ തന്നെയുള്ള അവൻ്റെ വിശേഷണങ്ങളാണ്, അവനിൽ എപ്പോഴുമുള്ള വിശേഷണങ്ങൾ, അവൻ്റെ രാത്തിലുള്ള വിശേഷണങ്ങൾ എന്ന് പറയും. റിദ, അള്ളാഹുവിൻ്റെ തൃപ്തി, അവൻ്റെ ഫിഅലിയായ വിശേഷണങ്ങളിലൊന്നാണ്. എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ തൃപ്തിപ്പെടുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നു. അവൻ
ആളുകളെ തൃപ്തിപ്പെടും, ചില പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നവരെ തൃപ്തിപ്പെടും, അതുപോലെ അവൻ ചില വാക്കുകളെയും പ്രവർത്തനങ്ങളെയും തൃപ്തിപ്പെടും. നമ്മൾ മഹബത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ, അള്ളാഹു ആളുകളെ സ്നേഹിക്കും. അതുപോലെ അള്ളാഹു ചില ഇടങ്ങളെ, സ്ഥലങ്ങളെ സ്നേഹിക്കും, വാക്കുകളെ സ്നേഹിക്കും, വിശേഷണങ്ങളെ സ്നേഹിക്കും. അതുപോലെ അള്ളാഹു പ്രവർത്തനങ്ങളെ സ്നേഹിക്കും. അള്ളാഹുവിൻ്റെ തൃപ്തി നോക്കൂ, അവൻ ചില പ്രവർത്തനങ്ങൾ തൃപ്തിപ്പെടുന്നു, ചില പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നവരെയും അവൻ തൃപ്തിപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് ഇതിനുള്ള വളരെ വ്യക്തമായ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യർദാ ലക്കും സലാസൻ വയക്റഹു ലക്കും സലാസൻ. അള്ളാഹു 3 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്നത് തൃപ്തിപ്പെടുന്നു, 3 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്നത് അള്ളാഹു വെറുക്കുന്നു. ഇത് അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളാണ്. ശരിയാണ്, അത് ആ കാര്യങ്ങൾ ചെയ്യുന്നവരെ അള്ളാഹു തൃപ്തിപ്പെടും, കാര്യങ്ങളെ അള്ളാഹു തൃപ്തിപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയർദാ ലക്കും, അള്ളാഹു നിങ്ങളിൽ തൃപ്തിപ്പെടുന്നു, അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ശൈഅ, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാതിരിക്കുക. വഅൻ തഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പാശത്തിൽ, അവൻ്റെ കയറിൽ മുറുകെ പിടിക്കുക. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിക്കരുത്. മൂന്നാമത്തേത് സഹീഹ് മുസ്ലിം അല്ല, മറിച്ച് മറ്റ് ചില ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നിരിക്കുന്നു. മൂന്നാമത്തെ അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യം, വഅൻ തുനാസിഹൂ മൻ വല്ലാഹു അല്ലാഹു അംറക്കും, നിങ്ങളുടെ ഭരണം അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ ഭരണാധികാരികളോട് നസീഹത്ത്, ഗുണകാംക്ഷ വെച്ച് പുലർത്തുക, അതും അള്ളാഹു നിങ്ങളിൽ തൃപ്തിപ്പെടുന്നു എന്നതാണ് ഹദീസ്. വെറുക്കുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയക്റഹു ലക്കും ഖീല വഖാൽ വകസറത്തു സുആൽ വഇദാഅത്തുൽ മാൽ, അവൻ നിങ്ങളിൽ വെറുക്കുന്നു, നിങ്ങളിൽ അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഖീല വഖാൽ എന്ന് പറഞ്ഞാൽ കാല കീലകൾ എന്ന് നമ്മൾ അതങ്ങനെ തന്നെ പറയുന്നൊരു പ്രയോഗമുണ്ട്. അത് കണ്ടതും കേട്ടതും പറയുക, ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു, അങ്ങനെ കേൾക്കുന്നു എന്നിങ്ങനെ ഉറപ്പ് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, അള്ളാഹു അത് വെറുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, ഒരാൾ കേട്ടതൊക്കെ പറയുക എന്നത് തന്നെ മതി അവന് കളവായി രേഖപ്പെടുത്തപ്പെടാൻ. അവൻ കളവ് പറയുന്നവനാകാൻ എന്തേ വേണ്ടു? കേട്ടതൊക്കെ പറഞ്ഞാൽ മാത്രം മതി, കാരണം അതിൽ കളവ് വരും. കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കാലകീലകൾ പ്രചരിപ്പിക്കരുത്. അതുപോലെ അള്ളാഹു വെറുക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് കസറത്തു സുആൽ, ചോദ്യങ്ങൾ അധികരിപ്പിക്കുക. ചോദ്യങ്ങൾ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് ആളുകളോട് ദുനിയാവിന് ചോദിക്കുക, സമ്പത്തിന് യാചിക്കുക, അത് മോശമായ ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ സഅല അന്നാസ തകസ്സുറൻ ഫഇന്നമാ യസ്അലു ജംറൻ, മൻ സഅല അന്നാസ തകസ്സുറൻ ഫഇന്നമാ യസ്അലു ജംറൻ, ആരെങ്കിലും ജനങ്ങളോട് പണത്തിന് യാചിക്കുന്നു, എന്തിനു വേണ്ടി? തൻ്റെ കയ്യിലുള്ള സമ്പത്ത് വർദ്ധിപ്പിക്കാൻ, കയ്യിലുള്ളത് കൂട്ടാൻ വേണ്ടി അവൻ ആളുകളോട് യാചിക്കുകയാണ്, അവൻ ആവശ്യമുണ്ടായിട്ടല്ല. അങ്ങനെ തനിക്ക് ഉള്ള സമ്പത്ത് കൂട്ടാൻ വേണ്ടി ആരെങ്കിലും ജനങ്ങളോട് യോജിച്ചാൽ ഫഇന്നമാ യസ്അലു ജംറൻ, അവൻ തീക്കനലാണ് ചോദിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളോട് ആരെങ്കിലും തൻ്റെ സമ്പത്ത് കൂട്ടാൻ വേണ്ടി യാചിച്ചാൽ, അനാവശ്യമായി അവൻ യാചിച്ചാൽ, അന്ത്യനാളിൽ അവൻ വരും, അവൻ്റെ മുഖത്തുണ്ടാവുകയില്ല മുസ്അത്തു ലഹ്മിൻ, മാംസമൊന്നുമില്ലാത്ത രൂപത്തിൽ, മുഖത്തെ മാംസമില്ലാത്ത രൂപത്തിൽ, അത്രയും മോശമായ രൂപത്തിൽ പരലോകത്ത് ഇങ്ങനെ ജനങ്ങളോട് യാചിക്കുന്നവൻ വരും എന്നാണ്. അപ്പോൾ നോക്കൂ, ആളുകളോട് ചോദിക്കുക എന്നത് ഒരാൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടിൽ അകപ്പെട്ടാൽ മാത്രം സ്വീകരിക്കേണ്ട ഒരു വഴിയാണ്. പരമാവധി ആളുകളോട് ചോദിക്കാതിരിക്കാനാണ് ഒരു മുഅ്മിൻ ശ്രദ്ധിക്കേണ്ടത്, പരമാവധി ആളുകളോട് ചോദിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ അനാവശ്യമായി ചോദിക്കുക എന്നത് തിന്മയാണ്. അനാവശ്യമായ സമ്പത്തിന് യാചിക്കുക എന്നത് അത് തിന്മയാണ്, പാടില്ല, വിലക്കപ്പെട്ട കാര്യമാണ്. ആ ചോദ്യം ഇതിൽ ഉൾപ്പെടും. അതുപോലെ ദീനിയായ മസാലകൾ പഠിക്കാനോ അറിയാനോ വേണ്ടിയല്ലാതെ തർക്കിക്കാനും എതിർക്കാനും വേണ്ടി ചോദിക്കുക എന്നത്
പാടില്ലാത്ത ചോദ്യമാണ്. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തസ്അലു അൻ അശ്യാഅ ഇൻ തുബ്ദ ലക്കും തസുഅക്കും വഇൻ തസ്അലു അൻഹാ ഹീന യുനസ്സലുൽ ഖുർആനു തുബ്ദ ലക്കും. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനുകളെ, ലാ തസ്അലു അൻ അശ്യാഅ, ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്. ഇൻ തുബ്ദ ലക്കും തസുഅക്കും, അത് വെളിപ്പെടുത്തപ്പെട്ടാൽ നിങ്ങൾക്കത് പ്രയാസമാണ് ഉണ്ടാക്കുക. എന്ത് ചോദ്യമാണത്? അത് പഠിക്കാനും അറിയാനും വേണ്ടിയുള്ള ചോദ്യമല്ല, മറിച്ച് അത് എതിർക്കാനും അതുപോലെ പരിഹസിക്കാനും ഒക്കെ വേണ്ടിയുള്ള ചോദ്യങ്ങൾ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്ന കാലത്തെ ചോദ്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളാണ്. കാരണം തശ്രീഇൻ്റെ കാലം, അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ചിലപ്പോൾ ചില ചോദ്യമായിരിക്കും ചില നിയമങ്ങൾ അവതരിപ്പിക്കപ്പെടാനുള്ള കാരണമാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമീങ്ങളിൽ വെച്ച് മുസ്ലിമീങ്ങളോട് ഏറ്റവും വലിയ ദ്രോഹം ചെയ്തവൻ, ശ്രദ്ധിക്കുക, മുസ്ലിമീങ്ങളിൽ വെച്ച് മുസ്ലിമീങ്ങളോട് ദ്രോഹം ചെയ്തവൻ, അതായത് മുസ്ലിമീങ്ങളോട് ദ്രോഹം ചെയ്ത മുസ്ലിമാരാണ്, വലിയ ദ്രോഹം ചെയ്ത മുസ്ലിം, ഹലാലായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവൻ ചോദിച്ചു. അവൻ്റെ ചോദ്യം കാരണത്താൽ അത് ഹറാമായി തീർന്നു. അവൻ ചോദിച്ചപ്പോൾ അത് ഹറാമായതായി, അത് ഹറാമാണെന്ന് അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങി. അവൻ മുസ്ലിമീങ്ങളോട് ദ്രോഹം ചെയ്ത മുസ്ലിമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം അള്ളാഹു പറയാതിരുന്ന കാര്യം ആഫുവാണ്, അവൻ വിട്ടു എന്നതാണ്. ചോദിച്ചത് ഹറാമിൻ്റെ വിധി വാങ്ങിക്കൂട്ടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചപ്പോൾ നബി ദേഷ്യം പിടിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുവന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഫറദ ലക്കും അൽ ഹജ്ജ് ഫഹജ്ജു ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യുക. ഒരാൾ ചോദിച്ചു, നബിയ ഫി കുല്ലി ആം, എല്ലാ കൊല്ലവുമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദേഷ്യം വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനെങ്ങാനും അതേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിർബന്ധമാവും, നിർബന്ധമായാലാകട്ടെ നിങ്ങൾക്കത് സാധിക്കില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതുപോലെ ഉള്ള ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കോപമുണ്ടാക്കിയിരുന്നു. അതുപോലെ അനാവശ്യമായ ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാടിനെ ആർക്കെങ്കിലും കിട്ടിയാൽ, ബാലത്തു അൽ ഗനം, ആളറിയാത്ത, ഉടമസ്ഥനെ അറിയാത്ത വഴിതെറ്റിയ ഒരാടിനെ ഒരാൾക്ക് കിട്ടി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നുകിൽ നിനക്ക്, അല്ലെങ്കിൽ യജമാൻ, അല്ലെങ്കിൽ അത് ചെന്നൈക്ക് എന്ന് പറഞ്ഞാൽ നീ അതിനെ എടുത്താൽ അതിൽ തെറ്റില്ല. കാണാതായ വസ്തു കിട്ടിയാൽ അതിന് സംബന്ധിച്ച നിയമങ്ങളുണ്ട്. ഒരു വർഷം പരസ്യം ചെയ്യണം, എങ്കിലാണ് അത് അയാളുടേതായി. ഒരു വർഷം പരസ്യം ചെയ്തിട്ട് ആൾ വന്നില്ലെങ്കിൽ അത് പിന്നെ കിട്ടിയ ആൾക്ക് ഉപയോഗിക്കാം. അതാണ് ലുഖത്തത്തിൻ്റെ നിയമം, അഥവാ വീണ് കിട്ടുന്ന വസ്തുക്കളുടെ നിയമം. വീണ് വല്ലതും വഴി അരികിലോ മറ്റോ കണ്ടാൽ ഏറ്റവും സുരക്ഷിതം എടുക്കാതിരിക്കാതെ, എടുത്താൽ ബാധ്യത തലയിലായി. വളരെ നിസ്സാരമായ വസ്തുക്കളെക്കുറിച്ചല്ല ഈ പറയുന്നത്. വളരെ ചെറിയ പൈസ ആളുകൾ പൊതുവെ അന്വേഷിച്ച് ചെല്ലാൻ സാധ്യതയില്ലാത്ത നിസ്സാരമായ എന്തെങ്കിലും ചില്ലറയല്ല, അതെടുത്ത് അതിൻ്റെ ഉടമസ്ഥന് പ്രതിഫലം ലഭിക്കാനുള്ള നിയത്താക്കി സദ് കൊടുത്താൽ മതിയാവും. ചെറിയ എന്തെങ്കിലും ആണെങ്കിൽ, ആളുകൾ പൊതുവെ തിരഞ്ഞെടുക്കാത്ത വസ്തുക്കളാണെങ്കിൽ. പക്ഷെ ആളുകളുടെ മനസ്സിൽ വിലയുള്ള, ഒരാൾ കാണാതായാൽ അന്വേഷിക്കുന്ന വല്ലതുമാണോ ഒരാൾക്ക് കിട്ടിയാൽ ഒരു വർഷം അയാൾ പരസ്യം ചെയ്യണം. പരസ്യം ചെയ്തും ആൾ വന്നില്ലെങ്കിൽ, ഒരു വർഷം പരസ്യം ചെയ്ത് വന്നില്ലെങ്കിൽ അയാൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഏത് കാലത്ത് ഉടമസ്ഥൻ വന്നാലും കൊടുക്കണം. ഏത് കാലത്ത് ഉടമസ്ഥൻ വന്നാലും അത് അല്ലെങ്കിൽ അതിന് തത്തുല്യമായത് കൊടുത്തിരിക്കണം. പക്ഷെ ഉപയോഗിക്കാം. വന്നില്ല എങ്കിൽ അയാളുടേതാണ്. അഥവാ അയാൾ ഉപയോഗിച്ച് ആരും വന്നില്ല, ഒരിക്കലും വന്നില്ല എങ്കിൽ കുഴപ്പമില്ല. ഒരു വർഷം കഴിഞ്ഞാൽ, ഒരു വർഷം വരെ പരസ്യം ചെയ്യണം. ഈ രൂപത്തിൽ കടുത്ത നിയമങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് ലുഖത്ത അഥവാ വീണ് കിട്ടുന്നത് എടുക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും സുരക്ഷിതം. അതേസമയം മക്കയിലെയും മദീനയിലെയും ലുഖത്ത അത് എല്ലാ കാലവും പരസ്യം ചെയ്യണം. അത് ഒരു വർഷം മാത്രം പോരാ. കാരണം എന്താണ്? മക്കയും മദീനയും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്ന സ്ഥലമാണ്. വീണ്ടും ആളുകൾ വരും. ഈ വർഷം വല്ലതും കാണാതെ ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ ആൾ വന്നിട്ട് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും പരസ്യം ചെയ്യണം എന്നാണ്. ബാക്കിയുള്ള സ്ഥലത്തെ ലുഖത്തത്ത് പോലെയല്ല. പറഞ്ഞു വന്നത് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ആടിനെ കുറിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആൾക്ക് അല്ലെങ്കിൽ ചെന്നയക്കുക, അതിൻ്റെ നീ പരസ്യം ചെയ്യുക. അങ്ങനെ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ നീ അതിൻ്റെ പരസ്യം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒരാൾ ചോദിച്ചു, നബിയെ ഒട്ടകത്തെ കിട്ടിയാലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ നീ എന്തിനു നോക്കണം?
കാരണം അത് സ്വയം അതിൻ്റെ ആഹാരപാനീയങ്ങൾ തേടിപ്പിടിച്ച് അല്ലെങ്കിൽ കിട്ടുന്നത് കഴിച്ച് അതിനെ മറ്റ് മൃഗങ്ങൾ, ചെറിയ മൃഗങ്ങൾക്കൊന്നും പൊതുവെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയില്ല. അത് തന്നെ അങ്ങനെ സ്വന്തം കാര്യം നോക്കി പോകുന്നതാണ്. അതിന് നീ എടുക്കേണ്ട ആവശ്യമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്കും അതും തമ്മിൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യം കേട്ടപ്പോൾ ദേഷ്യം പിടിച്ചു എന്നാണ്. ഇങ്ങനെ അനാവശ്യമായ ചോദ്യങ്ങൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ അതിന് അപകടം ഒന്ന് കൂടിയുണ്ട്. എന്നാൽ അത് ആ പേടി, നമ്മളിപ്പോൾ ചോദിച്ചിട്ടൊരു കാര്യം ഹറാമാവുക എന്നതിന് സംഭവിക്കില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടെ അത് ആ വാതിൽ അടഞ്ഞിരിക്കുന്നു. പക്ഷേ എങ്കിലും ദീനിനെ എതിർക്കാനോ പരിഹസിക്കാനോ ഉള്ള ചോദ്യങ്ങൾ പാടില്ല. എന്നാൽ പഠിക്കാനും അറിയാനും ഈമാൻ വർദ്ധിപ്പിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനുമുള്ള ചോദ്യങ്ങൾ അത് നല്ല ചോദ്യങ്ങളാണ്. അള്ളാഹു കൽപ്പിച്ച ചോദ്യമാണ്, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾ അറിയില്ല എങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് ചോദിച്ചുകൂടായിരുന്നു. ഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ. അറിവില്ലായ്മയുടെ പരിഹാരം ചോദിക്കലാണ്. അറിവില്ലായ്മയുടെ പരിഹാരം ചോദിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില ആളുകൾ ചില സഹാബിമാരോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഇൽമ് കരസ്ഥമാക്കിയത്? അപ്പോൾ അവർ പറഞ്ഞ ഒരു മറുപടി, ബിലിസാനിൻ സഊൽ. ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു നാവുകൊണ്ട്, മടിയില്ലാത്ത ഗ്രഹിക്കുന്ന ഒരു ഹൃദയം, അതുപോലെ ബിലിസാനിൻ സഊൽ, ധാരാളമായി ചോദിക്കുന്ന നാവ്. ഇതുകൊണ്ടാണ് ഞാൻ ഈ അറിവ് നേടിയെടുത്തത് എന്ന് സഹാബത്തിൽ ചിലർ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതുകൊണ്ട് ആ ചോദ്യം അനുവദനീയമാണ്. പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനുമുള്ള ചോദ്യം. എതിർക്കാനും പരിഹസിക്കാനും ഒക്കെയുള്ള ചോദ്യങ്ങൾ അത് പാടില്ലാത്തതാണ്. ചില ആളുകൾ ചോദ്യം ചോദിക്കുക ഉത്തരം ക്രോഡീകരിക്കാനാണ്. അയാളുടെ അഭിപ്രായം ഇന്നത്, അപ്പോൾ മറ്റാളുടെ അഭിപ്രായം എന്താ, ഇയാളുടെ അഭിപ്രായം എന്താ എന്നിങ്ങനെ ഓരോരുത്തരോട് ചോദിച്ച് ഇവൻ ഉത്തരം ക്രോഡീകരിക്കുകയാണ് ഇവൻ്റെ ജോലി എന്നതുപോലെയുള്ള ചോദ്യങ്ങൾ പാടില്ല, മോശമാണ്. പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ ചോദിക്കുന്നവർ പുലർത്തേണ്ട മര്യാദകൾ അത് കിതാബുകളായി രേഖപ്പെടുത്തപ്പെട്ടിട്ട് പോലുമുണ്ട്. ആദബുൽ മുഫ്തി വൽ മുസ്തഫ്തി, ഫത്വ പറയുന്ന ആളുടെ പാലിക്കേണ്ട മര്യാദകൾ, ചോദിക്കുന്ന ആളുടെ മര്യാദകൾ, ഇങ്ങനെ ധാരാളം മര്യാദകൾ അതിന് ഉണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. അറിയാനുള്ളതും മനസ്സിലാക്കാനുള്ളതും ചോദിക്കുക. അതുപോലെ ദുആ ചെയ്തുകൊണ്ട് ചോദിക്കുക. അതുപോലെ അതിൻ്റെ സന്ദർഭം നോക്കി ചോദിക്കുക. പ്രയാസപ്പെടുത്തുന്ന ശൈലി ചോദിക്കാൻ പാടില്ല. ഇങ്ങനെയെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കസറത്തു സുആൽ വിലക്കി. അതുപോലെ ഇദാഅത്തുൽ മാൽ, സമ്പത്ത് ധൂർത്തടിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. ഖീല വഖാൽ കസറത്തു സുആൽ ഇദാഅത്തുൽ മാൽ. ഇത് അള്ളാഹു വെറുക്കുന്ന 3 കാര്യങ്ങളാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പറഞ്ഞു വന്നത് അള്ളാഹു ചില കാര്യങ്ങളെ തൃപ്തിപ്പെടുന്നു എന്നാണ്. അതുപോലെ അള്ളാഹു റബ്ബുൽ ആലമീൻ ആളുകളെയും തൃപ്തിപ്പെടും. റബ്ബ് സുബ്ഹാനഹു വ തആല ആളുകളെയും തൃപ്തിപ്പെടും. അള്ളാഹുവിൻ്റെ റിദ എന്ന ഈ സിഫത്ത് പിഴച്ച കക്ഷികൾ ഉണ്ട്. ഏത് നിഷേധിച്ചതുപോലെ, മഹബത്തിനെ നിഷേധിച്ചതുപോലെ. അള്ളാഹു സ്നേഹിക്കുകയില്ല. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുക. തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ. അള്ളാഹു തൃപ്തിപ്പെടുക എന്നത് ഇല്ല എന്നിങ്ങനെ നിഷേധിച്ച ആളുകളുണ്ട്. നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ നിഷേധിക്കുകയല്ല ചെയ്യുക. ബിഷ്ർ അൽ മരീസി എന്നു പേരുള്ള ഈ വക വഴികേടുകളുടെയൊക്കെ നേതാവായിരുന്ന പഴയ കാലത്ത് ജീവിച്ചിരുന്ന ഒരാൾ, ഇമാം അദ്ദാരിമി, സുനൻ ഉദ്ദാരിമി എഴുതിയ മഹാനായ ഇമാം, ഇയാൾക്ക് എഴുതിയ മറുപടി വളരെ പ്രസിദ്ധമാണ്. ഇമാം ദാരിമിയുടെ ബിഷ്ർ അൽ മരീസിക്കുള്ള റദ്ദ് അത് വളരെ അറിയപ്പെട്ടതാണ്. അതുപോലെ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മറുപടി. ഈ ബിഷ്ർ അൽ മരീസിയോട് അയാളുടെ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകൾ ഈ ആളുകൾ കൊണ്ടുവരും, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സ്ഥാപിക്കാൻ വേണ്ടി അഹ്ലുസുന്നത്തിനെ പറ്റി പറയാൻ. ഒരുപാട് സഹീഹായ ഹദീസുകൾ, നമുക്കൊരിക്കലും തള്ളാൻ സാധിക്കാത്ത പരമ്പരയിലൂടെയുള്ള ഹദീസുകൾ കൊണ്ടുവരും. എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ ബിഷ്ർ പറഞ്ഞു എന്നാണ്, എന്ത്, യാതൊരു കുഴപ്പമില്ല, നിങ്ങളതിനൊക്കെ വ്യാഖ്യാനിച്ചാൽ മതി, തഅ്വീൽ ചെയ്താൽ മതി. കാരണം നിങ്ങൾക്ക് ശിദ്ധത്തോടെ തള്ളാൻ സാധിക്കാത്തത് ലുത്ഫോടതല്ല, ചവിട്ടി തെറിപ്പിക്കാൻ സാധിക്കാത്തത് മെല്ലെ തള്ളിക്കളയാം വളരെ എളുപ്പത്തിൽ. അതുകൊണ്ടാണ് തഅ്വീലിനെ
ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, അതായത് ഈ വ്യാഖ്യാനം ഉണ്ടല്ലോ അങ്ങനെയല്ല, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. ഇത് പറയുന്ന അറബികൾക്ക് ആർക്കും പരിചയമില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലാത്ത, സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ലാത്ത ഈ അർത്ഥം പറയുക, തഅവീൽ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തഅവീലിനെ താഗൂത്ത് എന്നാണ് വിളിച്ചത്. ഈ വ്യാഖ്യാനം, ഈ ദുർവ്യാഖ്യാനം ഈ കണ്ട ആളുകളൊക്കെ താഗൂത്താണ്. ജനങ്ങൾക്ക് പുറമെ അവർ അള്ളാഹുവിന് പുറമെ ഇലാഹായി സ്ഥാപിച്ചതിന് താഗൂത്ത് എന്ന് പറയും. എന്നതുപോലെ അവർ കൊണ്ടടക്കുന്ന സംഗതിയാണ് ഈ തഅവീൽ എന്ന് പറയുന്നത്. അപ്പോൾ തൃപ്തി എന്ന് പറഞ്ഞാൽ മഹബത്തിനെ വ്യാഖ്യാനിച്ചതുപോലെ അള്ളാഹു പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുക, നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുക, അതല്ലാതെ സ്നേഹിക്കും എന്ന് പറഞ്ഞുകൂടാ, തൃപ്തിപ്പെടും എന്ന് പറഞ്ഞുകൂടാ. എന്താ ന്യായം? അങ്ങനെ പറഞ്ഞാൽ പടപ്പുകളെ പോലെ ആയിപ്പോകുമെന്ന ന്യായം. ഉദ്ദേശിക്കുമെന്ന് പറഞ്ഞാലും അതാവൂലേ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ചുണ്ട്. അതിൽ ചിലത് നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. മുഅ്മിനുകൾ വിശ്വസിക്കുന്നു അല്ലാഹു റബ്ബുൽ ആലമീൻ തൃപ്തിപ്പെടും. റിള, അള്ളാഹുവിൻ്റെ റിദ്വാൻ, അത് നോക്കൂ, ഏറ്റവും വലുതാണെന്നാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. നോക്കൂ, സൂറത്തു തൗബയിൽ അള്ളാഹു പറഞ്ഞു, വറിദ്വാനും മിനല്ലാഹി അക്ബർ, വറിദ്വാനും മിനല്ലാഹി അക്ബർ. അള്ളാഹുവിൻ്റെ റിള അതാണ് ഏറ്റവും വലുത്, ഏറ്റവും വലുത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ റമദാനിൽ പകലിൽ പല്ല് തേക്കുന്നത്, ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കുന്ന അനുവദനീയമാണ് എന്നതിന് മനോഹരമായ ഒരു വിശദീകരണം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ആ വിഷയം സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം ശാഫിഈ മദ്ഹബിലൊക്കെയുള്ള ഒരു അഭിപ്രായമാണ് എന്ത്, റമദാനിൽ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യുക എന്താണ്, കറാഹത്താണ് എന്നൊരു അഭിപ്രായം ഫുഖഹാക്കൾക്കിടയിലുള്ള അഭിപ്രായമാണ്, പണ്ടേയുള്ള അഭിപ്രായമാണ്. എന്താണ് അവരതിന് തെളിവ് പിടിക്കാറുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ല, ഖലൂഫു ഫമിസ് സായിമി ഇൻദല്ലാഹി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, ഖലൂഫു ഫമിസ് സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. നോമ്പുകാരൻ്റെ വായിലെ മണം അത് അള്ളാഹുവിങ്കിൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണെന്ന് ഹദീസാണ് അവരുടെ പൊതുവെയുള്ള തെളിവ്. അവരത് തെളിവാക്കി പറയാറുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ധാരാളം അതല്ല ശരിയായ അഭിപ്രായം, ഏത് സമയത്തും മിസ്വാക്ക് ചെയ്യുക പുണ്യകർമ്മമാണ് എന്നതിന് ധാരാളം തെളിവുകൾ ഉദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ എണ്ണാൻ സാധിക്കാത്തത്ര നബി മിസ്വാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വരെ സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗല അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി മഅ കുല്ലി സലാഹ്. എൻ്റെ ഉമ്മത്തിൽ പ്രയാസകരമായി ആകുമായിരുന്നില്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിൻ്റെ കൂടെയും ഞാൻ പല്ല് തേക്കാൻ കൽപ്പിക്കുമായിരുന്നു. റമദാനിൽ പകലിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള നിസ്കാരമാണ് ളുഹറും അസ്റും, ഉച്ച തിരിഞ്ഞതിന് ശേഷമുള്ളതാണ് ളുഹറും അസ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഈ ഹദീസിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞിട്ടില്ല. എല്ലാ വുദൂഇൻ്റെ കൂടെയും എന്ന് ചില റിവായത്തുകളിലുണ്ട്. ഇവിടെ ഈ നിസ്കാരങ്ങളെയോ അതിൻ്റെ വുദൂഇനെയോ ഒഴിവാക്കി പറഞ്ഞിട്ടില്ല. അതുകൂടാതെ സുബ്ഹാനല്ലാഹ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം തെളിവ് പിടിച്ച മനോഹരമായ, നമ്മളേറെ ചിന്തിച്ചാൽ നന്നായി മനസ്സിലാകുന്ന, ഒന്ന് ശ്രദ്ധ കൊടുത്താൽ വളരെ നന്നായി മനസ്സിലാകുന്ന ഒരു തെളിവാണ്. അദ്ദേഹം പറഞ്ഞു, പല്ല് തേക്കലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നത് എന്താണ്, നിങ്ങൾ പല്ല് തേക്കുക, അത് എന്താണ്, സിവാക്ക് എന്ന് പറയുന്നത് മത്ഹാറത്തുൻ ലിൽ ഫം മർദാത്തുൻ ലിറബ്ബ്, മത്ഹാറത്തുൻ ലിൽ ഫം, അത് വായ ശുദ്ധീകരിക്കുന്നതാണ്, മർദാത്തുൽ റബ്ബ്, റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതാണ്, അള്ളാഹുവിൻ്റെ റിള നേടിത്തരുന്നതാണ് എന്ത്, പല്ലിയേക്കാൾ മിസ്വാക്ക് ചെയ്യുക എന്നത്. ഒന്ന് ദുനിയാവിലെ ഫായിദയാണ്, ദുനിയാവിലൊരു പ്രയോജനമാണ് വായ വൃത്തി ഉണ്ടാവുക എന്നത്. രണ്ടാമത്തേതോ അള്ളാഹുവിൻ്റെ തൃപ്തി എന്നത് ദുനിയാവിലെ ആഖിറത്തിനെയും ഖൈറാണ്. ഏതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് മറിഞ്ഞ് അബൂ ലുഅ്ലുഅ എന്ന മജൂസി ഫജ്ർ നിസ്കരിച്ചുകൊണ്ടിരിക്കുക പിന്നിൽ നിന്ന് കുത്തി റളിയല്ലാഹു അൻഹു. ഉമർ കുത്തേറ്റ് വീണു. ഉമർ ദിവസങ്ങൾ അങ്ങനെ കിടന്നു എന്നാണ്. ഭക്ഷണം കഴിച്ചാൽ വയറ്റിലെ ഈ തുളയിലൂടെ ഭക്ഷണം പുറത്തേക്ക് വരും, കുടിക്കുന്നത് പാനീയം പുറത്തേക്ക്, ഇങ്ങനെ ദിവസങ്ങൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞതിന് ശേഷമാണ് ആ മഹാനായ സഹാബി ഷഹീദായി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അതിനിടയിൽ ഉമറിനെ കാണാൻ ആളുകൾ വന്നിരുന്നു. അതിലൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഉമറിനോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന 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 രംഗങ്ങളിൽ ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, ഹിജറ വന്നു, പിന്നെ നിങ്ങൾ ഖലീഫയായി എന്നിങ്ങനെ പുകഴ്ത്തി അവസാനം ഉമർ പറഞ്ഞു, മോനെ
ഞാൻ ആഗ്രഹിച്ചു പോകുന്നു, എനിക്ക് എതിരായിട്ടുമില്ല എനിക്ക് അനുകൂലമായിട്ടും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാർ തിരിച്ചു പോകുമ്പോൾ അയാളുടെ തുണി നിര്യാണിക്ക് താഴെയാണ്, കുത്തേറ്റ് കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മരണാസന്നനായി കിടക്കുകയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യബ്ന അഖി ഇർഫ ഇസാറക്, എൻ്റെ മോനെ നീ തുണി കയറ്റി കൊടുക്ക്. ഫഇന്നഹു അത്ഖാൽ റബ്ബിക് വഅൻഖാലി സൗബിക്, മറ്റു ചില റിവായത്തുകൾ വഅബ്ഖാലി സൗബിക്, നിൻ്റെ റബ്ബിനെ സൂക്ഷിക്കാനും നിൻ്റെ തുണി വൃത്തിയായി നിൽക്കാനും, ചില റിവായത്തുകൾ നിൻ്റെ തുണി കുറേക്കാലം നിൽക്കാനും അതാണ് കൂടുതൽ നല്ലത്. ഫഇന്നഹു അത്ഖാൽ റബ്ബിക് വഅബ്ഖാലി സൗബിക്. ഒന്ന് ദുനിയാവിലെ ഫായിദയാണ്, രണ്ടാമത്തെ ദുനിയാവിലെ ആഖിറത്തിലെയും ഫായിദയാണ്. സുബ്ഹാനല്ലാഹ്, ആ സന്ദർഭത്തിൽ പോലും അംറു ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നതിന് സഹാബത്ത് നൽകിയ പ്രാധാന്യം എത്രയാണ്. തുണി നിര്യാണിക്ക് താഴെ പോകരുത് എന്നതിൻ്റെ പ്രാധാന്യം എത്രയാണ്. ചില വീരദോഷികൾ പറയുന്നത് പോലെ ഒരു അരയിഞ്ചിലാണോ ഇസ്ലാം എന്ന് ചോദിക്കാറുണ്ട് ആളുകൾ. ചിലപ്പോൾ അരയിഞ്ചിൽ കാലിഞ്ചിലൊക്കെ ഇസ്ലാമിൽ പുറത്തു പോകും. അങ്ങനെ തന്നെയാണ്. നിര്യാണിക്ക് താഴെ പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കുത്തേറ്റ് കിടക്കുമ്പോൾ ഇർഫ ഇസാറക്, തുണി കയറ്റി കൊടുക്കുക. അതിൽ വന്നതുപോലെ ഒന്ന് ദുനിയാവിലെ ഫായിദയാണ്, ഒന്ന് ദുനിയാവിലെയും പരലോകത്തെയും ഫായിദയാണ്. പല്ല് തേക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മതഹാറത്തുൽ ഇൽഫാം മർദാത്തുൽ റബ്ബ്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, പല്ല് തേക്കുന്നതിനെ കുറിച്ച് വന്നത് അള്ളാഹുവിൻ്റെ റിദയാണ്, തൃപ്തിയാണ്. ശരി, നോമ്പുകാരൻ്റെ സുഗന്ധത്തെക്കുറിച്ച് വന്നത് ഇസ്തിതാബത്താണ്, അഥവാ അത് ആ ഗന്ധം അള്ളാഹു റബ്ബുൽ ആലമീൻ അത് നന്നാക്കും. അവൻ്റെ അരികിൽ അത് കസ്തൂരിയുടെ മണം പോലെയാണ്. ബാക്കി തെളിവുകളൊക്കെ മാറ്റി വെച്ചാൽ ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഇസ്തിതാബത്തിനേക്കാൾ നല്ലത് അള്ളാഹുവിൻ്റെ മർദാത്താണ്, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. അള്ളാഹുവിൻ്റെ ഇസ്തിതാബ, അത് ആ മണം നന്നാക്കുക എന്നതിനേക്കാൾ, റബ്ബത് നന്നാക്കുക എന്നതിനേക്കാൾ വലുതാണ് എന്ത് അള്ളാഹുവിൻ്റെ തൃപ്തി. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചാൽ അത് മനോഹരമായൊരു ഇസ്തിദ്ലാലാണ്, തെളിവ് പിടിക്കലാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ നോക്കൂ, അള്ളാഹുവിൻ്റെ തൃപ്തി അത് ഏറ്റവും വലുതാണ്. വറിദ്വാനും മിനല്ലാഹി അക്ബർ, വറിദ്വാനും മിനല്ലാഹി അക്ബർ. നോക്കൂ, സ്വർഗത്തിലെ സുഖങ്ങളെക്കാൾ വലുതാണ് അള്ളാഹുവിൻ്റെ റിദ, അള്ളാഹുവിൻ്റെ തൃപ്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ, ഇന്ന അല്ലാഹ തബാറക വതആല യഖൂലു ലി അഹ്ലിൽ ജന്ന, അള്ളാഹു സ്വർഗ്ഗക്കാരോട് പറയും, യാ അഹ്ലൽ ജന്ന, ഓ സ്വർഗ്ഗക്കാരെ. ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും, ലബ്ബൈക റബ്ബന വസഅദൈക, റബ്ബേ നിൻ്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. ഫയഖൂൽ, അപ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും, ഹൽ റദീതും, നിങ്ങൾക്ക് തൃപ്തിയായോ? ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും, വമാ ലനാ ലാ നർദ, തൃപ്തിപ്പെടാതിരിക്കാൻ എന്തു ന്യായമാണ് റബ്ബേ ഉള്ളത്. വഖദ് അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക, നിൻ്റെ പടപ്പുകളിൽ ഒരാൾക്കും കൊടുക്കാത്തത് അല്ലേ നീ ഞങ്ങൾക്ക് നൽകിയത്. ഫയഖൂൽ, അപ്പോൾ റബ്ബ് പറയും, അന ഉഅതീകും അഫ്ദല മിൻ ദാലിക്, അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായത് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഖാലു, അവർ പറയും, യാ റബ്ബ്, ഞങ്ങളുടെ റബ്ബ്, എൻ്റെ റബ്ബേ, വഅയ്യു ഷൈഇൻ അഫ്ദലു മിൻ ദാലിക്, ഞങ്ങളുടെ റബ്ബേ ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് എന്തുണ്ട്. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു പറയും, ഉഹില്ലു അലൈക്കും റിദ്വാനി ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദ, എൻ്റെ തൃപ്തി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്, ഞാൻ നിങ്ങളെ തൃപ്തിപ്പെടുകയാണ്, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, ഇനി അള്ളാഹുവിൻ്റെ കോപമുണ്ടാവുകയില്ല എന്ന നിർഭയത്വവും സമാധാനവും സന്തോഷവും അവിടെ കിട്ടുകയാണ്. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, ആ പേടി യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ശ്രദ്ധിക്കുക നിങ്ങൾ, അള്ളാഹുവിൻ്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ടാണ് പേടി നിൽക്കുന്നത്. സ്വർഗത്തിലെത്തുന്നതോടെ ശിക്ഷയില്ല എന്ന് അള്ളാഹു ഉറപ്പ് നൽകി. അതോടുകൂടി എന്ത് ഇല്ലാതായി? ആ പേടി ഇല്ലാതായി. പക്ഷെ അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വം, ഇജ്ലാൽ, അവനെ മഹത്വപ്പെടുത്തുക, അവൻ്റെ മഹത്വം ഏറ്റവും നന്നായി മനസ്സിലുണ്ട്, അതവിടെ ഉണ്ടാവും. പക്ഷേ ദുനിയാവിലും ആഖിറത്തിലും നിലനിൽക്കുന്ന ഇബാദത്താണ് മഹബ്ബ, അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അത് ഇല്ലാതായി പോകുന്നില്ല. പേടി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ബന്ധപ്പെട്ട് നിൽക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
പേടി സ്വർഗത്തിലില്ല എന്ന് പറഞ്ഞാൽ അത്, എന്നാൽ അള്ളാഹുവിനോടുള്ള തഅലീം, അവനെ മഹത്വപ്പെടുത്തുക, അവനെക്കുറിച്ചുള്ള മഹത്വം മനസ്സിൽ നിറയുക, അതവിടെയും ഉണ്ട്. പക്ഷെ പേടിയില്ല എന്നാണ്. ഇവിടെ നോക്കൂ, അള്ളാഹു പറയുകയാണ്, ഇനി ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല. മറ്റൊരു റിവായത്തിൽ, ഇമാം ഹാക്കിമിൻ്റെ റിവായത്തിൽ കാണാം, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചാൽ, ഖാല യഖൂലുല്ലാഹ്, അള്ളാഹു ചോദിക്കും, ഹൽ തഷ്തഹൂന ഷൈഅൻ ഫഅസീദുക്കും, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കൊതിയുണ്ടോ, ഇനി അധികം ഞാൻ തരാൻ. ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും, റബ്ബന വമാ ഫൗഖ മാ അഅതൈതന, ഞങ്ങളുടെ റബ്ബേ ഈ തന്നതിലധികം ഇനി എന്താണുള്ളത്. ഖാല യഖൂൽ, അപ്പോൾ അള്ളാഹു പറയും, റിദ്വാനി അക്ബർ, എൻ്റെ തൃപ്തി അതാണ് ഏറ്റവും വലുത്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് താബിഈ അദ്ദേഹം പറഞ്ഞു, യസ്ലു ഇലാ ഖുലൂബിഹിം മിൻ റിദ്വാനില്ലാഹ് മിനൽ ലദ്ദതി വസ്സുറൂരി മാ ഹുവ അലദ്ദു ഇൻദഹും വഅഖറു ലിഅയുനിഹിം മിൻ കുല്ലി ഷൈഇൻ അസാബൂഹു മിൻ ലദ്ദത്തിൽ ജന്ന. സ്വർഗ്ഗത്തിൽ അവർക്ക് കിട്ടിയ എല്ലാ സുഖങ്ങളെക്കാളും അവരുടെ കണ്ണുകൾ നിറക്കുന്നതും അവർക്ക് ആസ്വദിക്കാനാകുന്ന, അവരുടെ മനസ്സിൽ സന്തോഷം നിറക്കുന്നതുമാണ് അള്ളാഹുവിൻ്റെ തൃപ്തി അവർക്ക് ലഭിച്ചു എന്നവരറിഞ്ഞാൽ. അള്ളാഹുവിൻ്റെ തൃപ്തി അവർക്ക് മനസ്സിൽ ഏറ്റവും സന്തോഷം നിറക്കുന്നതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, തഅമ്മൽതു അൻഫഅ ദുആ, ഞാൻ പ്രാർത്ഥനകളിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന പ്രാർത്ഥന ഏതാണെന്ന് ചിന്തിച്ചു. ഫഇദാ ഹുവ സുആലുൽ ഔനി അൻ മർദാതിഹ്, അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ സഹായിക്കണേ എന്ന് അള്ളാഹുവിനോട് തേടലാണത്. അത് എവിടെയാണുള്ളത്? സുമ്മ റഅയ്തുഹു ഫിൽ ഫാത്തിഹ, അത് ഞാൻ സൂറത്തുൽ ഫാത്തിഹയിൽ കണ്ടു. ഏതാണത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. സൂറത്തുൽ ഫാത്തിഹയിൽ ദുആ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പൊതുവെ വരിക ഏതായിരിക്കും? ഇഹ്ദിന സ്സറാത്തൽ മുസ്തഖീം. പക്ഷേ ഇതിൽ ദുആ ഉണ്ട്. ഏതിൽ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ശ്രദ്ധിക്കുക, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ആ സഹായത്തേട്ടത്തിൽ ആദ്യത്തെ സഹായം അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാനുള്ള സഹായമാണ്. അല്ലാഹുവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രം. ആ ഇബാദത്തിന് ചെയ്യാൻ നിൻ്റെ സഹായം ഞങ്ങൾക്ക് വേണം, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത്, ഇയ്യാക നഅ്ബുദു എന്നതിൽ ഉണ്ട് ബറാഅത്തും മിനർ റിയാ, വഇയ്യാക നസ്തഈൻ എന്നതിലുണ്ട് ബറാഅത്തും മിനൽ കിബ്രിയാ. ഒന്ന് ബറാഅത്തും മിനർ റിയാ, രണ്ടാമത്തെ ഭാഗത്ത് ബറാഅത്തും മിനൽ കിബ്രിയാ. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അതോടെ എല്ലാ റിയാവും വലിച്ചെറിയപ്പെട്ടു. മറ്റാർക്കും വേണ്ടിയല്ല, ഒരാളെയും കാണിക്കാനല്ല, ഒരാളെയും കേൾപ്പിക്കാനല്ല, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. റബ്ബേ, നിൻ്റെ യഥാർത്ഥ അബ്ദായി ജീവിക്കാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല, നീ സഹായിച്ചില്ല എങ്കിൽ. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അതോടെ കിബ്രിയാ വലിച്ചെറിയപ്പെട്ടു. കിബ്രിയാ എന്താണ്? അഹങ്കാരം, ഞാൻ മതി. ഇബാദത്തുകളിൽ എന്തു തോന്നരുത്? ഞാൻ ഷാറായി ജീവിച്ചോളാം. അല്ല, അള്ളാഹുവിൻ്റെ സഹായമില്ല എങ്കിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക സാധ്യമല്ല. പണ്ഡിതന്മാർ പറഞ്ഞു, തവക്കുൽ ഏറ്റവും അധികം വേണ്ടത് ഇബാദത്തിൻ്റെ കാര്യത്തിലാണ്. ദുനിയാവ് റിസ്ക്കിൻ്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, കച്ചവടത്തിൻ്റെ കാര്യത്തിലൊക്കെ തവക്കുൽ വേണം. പക്ഷെ അതേ ആളുകൾ പറയൂ പൊതുവെ, അതിനും അപ്പുറം തവക്കുൽ എന്തിനു വേണം? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു തവക്കുലാക്കണം. അള്ളാഹു സഹായിച്ചില്ല എങ്കിൽ സാധ്യമല്ല, അള്ളാഹുവിനെ ഏൽപ്പിക്കണം. അത് സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങളെ അള്ളാഹു തിന്മകൾ കൊണ്ട് ചില സന്ദർഭങ്ങളിൽ പരീക്ഷിക്കുന്നതിൻ്റെ പിന്നിലെ ഹിക്മത്ത് ഇതാണ് എന്ന്. മുഅ്മിനീങ്ങളെ ചിലപ്പോൾ അള്ളാഹു തിന്മകൾ കൊണ്ട് പരീക്ഷിക്കും. ആ തിന്മകൾ സംഭവിച്ച് പിന്നെ അവൻ തൗബ ചെയ്യുമ്പോൾ അവൻ ചില സന്ദർഭങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഉന്നതമായ ദർജയിലെത്തും. ഇബ്നു തൈമിയ്യയോട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചോദിച്ചു എന്നാണ്, ഉസ്താദിനോട് ശിഷ്യൻ ചോദിച്ചു എന്നാണ്, എന്ത്? ഒരു മുഅ്മിൻ നന്മകൾ ചെയ്ത് ഉന്നതമായ ദർജയിൽ അള്ളാഹുവിലെത്തി, അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആ വഴിയിൽ മുന്നേറി. എന്നിട്ട് അയാൾക്കൊരു അബദ്ധം സംഭവിച്ചു. നല്ല ആൾക്ക് പോകുമ്പോൾ ഒരു തിന്മ വിട്ടു. അയാൾ തൗബ ചെയ്തു. അയാൾക്ക് നേരത്തെ എത്തിയ ദർജയിൽ, ആ പദവിയിൽ എത്തിച്ചേരാൻ സാധിക്കും. കാരണം അയാൾ ഇങ്ങനെ പോകുമ്പോൾ ഒറ്റ വീടലാണ് താഴേക്ക്. തിന്മ കൊണ്ട് അയാൾ താഴേക്ക് പതിച്ചു. ഈ നന്മ കൊണ്ട് ഈമാൻ കൂടും, തിന്മ കൊണ്ട് ഈമാൻ കുറയും.
പിന്നെ അയാൾക്ക് അവിടെ എത്താൻ സാധിക്കും. പണ്ഡിതന്മാർക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് ഇക്കാര്യത്തിൽ. അയാൾക്ക് അവിടെ എത്താൻ സാധിക്കും, എത്താൻ സാധിക്കില്ലേ. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ അദ്ദേഹം പറയും അയാളെ തൗബ പോലെ ഇരിക്കും. ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ മുകളിലെത്തും തൗബ കൊണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു മുഅ്മിനീങ്ങളെ ചിലപ്പോൾ തിന്മ കൊണ്ട് പരീക്ഷിക്കും. എന്തിനു വേണ്ടി? അവൻ്റെ മനസ്സിൽ ഉജുബില്ലാതാക്കാൻ. ഞാൻ വലിയ കേമനാണ്. അല്ല, അള്ളാഹുവിൻ്റെ സഹായമില്ല എങ്കിൽ നിനക്ക് ഒരു നന്മയിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. ഏത് തിന്മയിലും നീ പതിച്ചു, അള്ളാഹു നിന്നെ കാത്തില്ല. ആകാശഭൂമികളെ അതിൻ്റെ സ്ഥാനത്ത് തെറ്റിപ്പോകാതെ പിടിച്ചു വെക്കുന്ന റബ്ബ് നിന്നെ പിടിച്ചു വെച്ചില്ല എങ്കിൽ ആരാണ് നിന്നെ തിന്മകളിൽ നിന്ന് മാറ്റി നിർത്തുക? അള്ളാഹു മാറ്റി നിർത്തണം. അതുകൊണ്ട് ഈ ബോധത്തിൽ നിന്നൊരു മുഅ്മിൻ ചിലപ്പോൾ കുറേ നന്മകൾ ചെയ്താൽ അവനെ മറ്റൊരു തിന്മ ബാധിക്കാനിടയുണ്ട്, അവൻ്റെ കൽബിനൊരു ദൂഷ്യം ബാധിക്കാനിടയുണ്ട്. അതെന്താണ്? ഉജുബ്, സ്വന്തത്തെക്കുറിച്ചുള്ള അമിതമായ ധാരണ. തിന്മകൾ സംഭവിച്ചതോടെ അവൻ മനസ്സിലാക്കണം ഞാൻ ഒന്നുമല്ല, ഞാൻ വളരെ മോശക്കാരനാണ്. സ്വന്തം നഫ്സിനെ കുറിച്ചുള്ള വലിയ വിചാരമൊക്കെ അവൻ ഇല്ലാതായിത്തീരും, വലിയ ആത്മാഭിമാനമൊക്കെ അവൻ ഇല്ലാതായി. ആ റബ്ബ് ഇഷ്ടപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുന്നിൽ ഹൃദയം നുറുങ്ങി പാപിയായി അവൻ്റെ മുന്നിൽ പശ്ചാത്തപിച്ച് നീ നിൽക്കുന്നതാണ് അവൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അത് തിന്മ ചെയ്യാനുള്ള പ്രേരണയല്ല, തൗബ ചെയ്യാനുള്ള പ്രേരണയാണ്. നോക്കൂ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇത്രയും നന്മകൾ, നബിയേക്കാൾ നന്മയിൽ ഒരാളും മുന്നേറിയിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ അതെങ്ങനെയുള്ള ഇസ്തിഗ്ഫാറാണ്, എങ്ങനെയുള്ള ഇസ്തിഗ്ഫാറാണ്? സുബ്ഹാനല്ലാഹ്, അത് ഉജുബോടെ ഉള്ള ഇസ്തിഗ്ഫാറല്ല, മറിച്ച് തിന്മകളിൽ മുങ്ങിയവനെ പോലെയുള്ള ഇസ്തിഗ്ഫാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മ ചെയ്യാതെ, മനസ്സിലായില്ലേ? ആത്മാർത്ഥമായ ഇസ്തിഗ്ഫാറാണത്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ നബിമാർ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ ചെറിയ വീഴ്ച പറ്റിയ നിമിഷങ്ങളെപ്പോലും, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ വീഴ്ച പറ്റിയ നിമിഷങ്ങളെപ്പോലും തിന്മയായിട്ടാണ് കണക്കൂട്ടുന്നത്. അവരുടെ കാര്യത്തിൽ കമാലതാണ്, അത് പരിപൂർണതയാണ്. അവരുടെ കാര്യത്തിൽ അത് ഒരു വീഴ്ചയായിട്ടാണ് അവർ കാണുന്നത്. ചില റിവായത്തുകളിൽ വന്നിട്ടുള്ളതുപോലെ അള്ളാഹുവിനെ നീ സ്മരിക്കാത്ത ഈ ലോകത്തെ ഏത് നിമിഷവും പരലോകത്ത് നിനക്ക് നഷ്ടമായിരിക്കും. നഷ്ടമെന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ശിക്ഷയിലകപ്പെട്ടു പോകുന്ന നഷ്ടം, മറ്റൊന്ന് സ്വർഗീയ സുഖങ്ങളിൽ കുറവ് വരുന്ന നഷ്ടം. പക്ഷെ ആ കുറവ് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിച്ച ആളെ പ്രയാസപ്പെടുത്തുകയില്ല. കാരണം സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന ആളും വിചാരിക്കാൻ എന്താണ്, ഞാനാണ് ഏറ്റവും സുഖം അനുഭവിക്കുന്നത് എന്നാണ്. അവിടെ പ്രയാസമില്ല, പക്ഷേ മുകളിലുള്ളവർ അവർ മുകളിലാണ്. നോക്കൂ, ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈനിൽ അള്ളാഹുവിൻ്റെ തൃപ്തി അതിനെ സഹായിക്കാനുള്ള ദുആ ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ സൂറത്ത് തൗബയിൽ ആയത്തിൽ നോക്കൂ, റിദ്വാൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. റിദ്വാൻ എന്നത് റിദ എന്ന് പറയുന്നതിനേക്കാൾ വലുതാണ്. അറബിയിൽ ഒരു നിയമമാണ് സിയാദത്തുൽ മബ്ന തദുല്ലു അല സിയാദത്തിൽ മഅന. മബ്ന കൂടിയ വാക്കിൻ്റെ അക്ഷരങ്ങളും മറ്റും കൂടിയാൽ അർത്ഥവും കൂടും. റിദ എന്നതിനേക്കാൾ കൂടുതലുണ്ട് റിദ്വാൻ എന്നതിൽ. അത് കുറച്ചുകൂടി വലിയ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് സൂചിപ്പിക്കുന്നത്. ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വറിദ്വാനുൻ മിനല്ലാഹി അക്ബർ. റിദ്വാനുല്ലാഹി അക്ബർ എന്നല്ല, റിദ്വാനുൻ മിനല്ലാഹി അക്ബർ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള തൃപ്തി. റിദ്വാനുല്ലാ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ തൃപ്തി ഒന്നാകെയായി. പക്ഷെ റിദ്വാനും മിനല്ലാ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ നിന്ന് അല്പം. അത് തന്നെ എന്താണ്? അക്ബർ, വലുതാണ്. അത് തന്നെ ഏറ്റവും വലുതാണ്. ശ്രദ്ധിക്കുക, അപ്പം അള്ളാഹുവിൻ്റെ തൃപ്തി മുഴുവനായോ? എന്തായിരിക്കും അത്? അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ നിന്ന് അല്പം തന്നെ വലുതാണ്. പക്ഷെ ആ അല്പം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വലുതാണ്. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു കവി പാടിയിട്ടുള്ളതുപോലെ ഖലീലും മിൻക യക്ഫീനി വലാകിൻ ഖലീലുക ലാ യുഖാലു ലഹു ഖലീലു. മനോഹരമായ കവിതയുടെ ഭാഗമാണ്. ഖലീലും മിൻക യക്ഫീനി, നിന്നിൽ നിന്നുള്ള അല്പം തന്നെ എനിക്ക് മതിയായതാണ്. നിന്നിൽ നിന്ന് അല്പം കിട്ടിയാൽ തന്നെ എനിക്ക് മതിയായതാണ്. വലാകിൻ, പക്ഷേ ഖലീലുക ലാ യുഖാലു ലഹു ഖലീലു, നിന്നിൽ നിന്നുള്ള ഖലീലിനെ പോലും എന്ത് പറഞ്ഞുകൂടാ? ഖലീലെന്ന് പറഞ്ഞുകൂടാ. സുബ്ഹാനല്ലാഹ്. ഈ റബ്ബിൻ്റെ തൃപ്തിയിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്തുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ നിന്ന് നമ്മെ
പിന്നോട്ടടുപ്പിച്ചേക്കാവുന്ന കാര്യങ്ങൾ. സൂറത്തു ആൽ ഇമ്രാനിൻ്റെ തുടക്കത്തിൽ അതിൽ നിന്ന് അധികം മുന്നോട്ട് പോകാതെ ഉള്ള ആയത്ത്, അതിൻ്റെ 2ാമത്തെ പേജിൽ നമുക്ക് ഓതാവുന്ന ആയത്താണ്, നമ്മൾ വായിക്കുന്ന ആയത്ത്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ذلك متاع الحياة الدنيا والله عنده حسن المآب. ജനങ്ങൾക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു സ്ത്രീകളോടുള്ള അവരുടെ ആഗ്രഹം, മക്കളോടുള്ള സ്നേഹം, കുമ്പാരമാക്കി കൂട്ടിവെച്ച സ്വർണവും വെള്ളിയും, അതുപോലെ അടയാളം വെക്കപ്പെട്ട കുതിരകൾ, വാഹനങ്ങൾ. പഴയകാലത്തെ വാഹനങ്ങൾ അതാണ്. ഇക്കാലത്തെ വാഹനങ്ങളോട് മനുഷ്യന് ഇഷ്ടമുള്ളതുപോലെ വലനആം, കാലികൾ, വൽ ഹർസ്, അതുപോലെ കൃഷി. അള്ളാഹു പറയും ഇതെല്ലാം ദുനിയാവിലെ വിഭവങ്ങളാണ്. അള്ളാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അള്ളാഹുവിൻ്റെ പക്കലാണ് ഏറ്റവും മടങ്ങിപ്പോകാനുള്ള നല്ല ഇടമുള്ളത്. എന്നിട്ട് ബാക്കി അടുത്ത ആയത്ത് എന്താണ്? ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, അതിനേക്കാൾ എല്ലാം നല്ലത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ലില്ലദീന തഖൗ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർക്ക്, ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കലുണ്ട്, ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫിഹാ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ, അവരവിടെ ശാശ്വതരായിരിക്കും. വഅസ്വാജും മുതഹറ, പരിശുദ്ധരാക്കപ്പെട്ട ഇണകൾ അവർക്കവിടെ ഉണ്ടായിരിക്കും. വറിദ്വാനും മിനല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള അവൻ്റെ തൃപ്തിയും. അല്ലാഹു ബസീറും ബിൽ ഇബാദ്, അള്ളാഹു അവൻ്റെ അടിമകളെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. നോക്കൂ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തി ലക്ഷ്യമാക്കി പോകുന്നതിൽ നിന്ന് നമ്മെ തടഞ്ഞേക്കാം. അതല്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ ഒരു തടസ്സം സൃഷ്ടിച്ചേക്കാം. പൂർണ്ണമായി അവിടെ എത്തിച്ചിട്ടില്ല എങ്കിലും നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദുനിയാവ് പല സന്ദർഭങ്ങളിൽ പരലോകത്തേക്കുള്ള അത് മാത്രം ലക്ഷ്യമാക്കിയുള്ള മുന്നോട്ട് പോക്കി നമുക്ക് തടസ്സം ഉണ്ടാക്കുക. അത് പൂർണ്ണമായി ഒരുവനെ തടയുക എന്നത് ഒരു മുസ്ലിമിനുണ്ടാവുകയില്ല. അവൻ ദുനിയാവിന് വേണ്ടി പരലോകം ഉപേക്ഷിക്കുക എന്നത് അതൊരു മുസ്ലിമിൽ നിന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ ചെയ്ത മുസ്ലിമല്ല. പക്ഷേ മുസ്ലിമിൽ എന്താണ് സംഭവിക്കുക? അവനെ അതിൻ്റെ പൂർണ്ണതയിൽ നിന്നത് തടഞ്ഞേക്കും. അതുപോലെ ചില സന്ദർഭങ്ങളിൽ അവൻ്റെ കാലിടാൻ അത് കാരണമായേക്കും. എന്നാൽ നോക്കൂ, യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ കാര്യത്തിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് ഇബ്തിഗാഉർ റിദ്വാൻ, രണ്ടാമത്തേത് ഇത്തിബാഉർ റിദ്വാൻ. രണ്ടും ഖുർആനിൽ ഒന്നാണ്. ഒന്ന് ഇബ്തിഗാഉർ റിദ്വാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി നീ പ്രതീക്ഷിക്കുക, അതാഗ്രഹിക്കുക. രണ്ടാമത്തെ ഇത്തിബാഉർ റിദ്വാൻ, അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ പിന്നാലെ നീ പോവുക. രണ്ടും ഖുർആനിൽ ഒന്നാണ്. വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തി അതാഗ്രഹിച്ചുകൊണ്ട് സ്വന്തം സ്വശരീരങ്ങളെ അള്ളാഹുവിന് വിൽക്കുന്ന ആളുകളുണ്ട്. അത് ആ തൃപ്തി ആഗ്രഹിക്കാനാണ്. രണ്ടാമത്തെ എന്താണ്? ഇത്തിബാഉർ റിദ്വാൻ, അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ പിന്നാലെ പോവുക എന്നതാണ്. അഫമൻ ഇത്തബഅ റിദ്വാൻ അല്ലാഹ് കമൻ ബഅ ബിസഖത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ പിന്നാലെ പോയവൻ അള്ളാഹുവിൻ്റെ കോപവുമായി മടങ്ങിയവനെ പോലെ ആകുമോ എന്ന് അള്ളാഹു ചോദിച്ചതുപോലെ. ഈ രണ്ടും എന്താണ് യഥാർത്ഥത്തിൽ? ഇബ്തിഗാഉർ റിദ്വാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിക്കുന്ന ഇഖ്ലാസാണത്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അവൻ പണിയെടുക്കുന്നത്. ഇത്തിബാഉർ റിദ്വാൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി എവിടെയാണ്, ഏത് വഴിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ളത്, ആ വഴി നീ സ്വീകരിക്കുക. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീൻ പൂർത്തിയാക്കിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റിദാ, അവൻ്റെ റിദ്വാൻ ഏത് വഴിയിലാണ്? മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കിയ ഇസ്ലാമിൻ്റെ വഴിയിലാണ്. ആ വഴിയിലൂടെ പോയാലല്ലാതെ അള്ളാഹുവിൻ്റെ തൃപ്തി നിനക്ക് കിട്ടുകയില്ല, അത് കിട്ടുകയില്ല. ഈ റിദാ അതിനുവേണ്ടി സുബ്ഹാൻ, അതെവിടെയാണ്? അത് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് ധൃതിപ്പെട്ടി മുന്നേറാനാണ് മുഅ്മിനുകൾ ശ്രദ്ധിക്കണം. മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലുള്ളതുപോലെ അള്ളാഹു റബ്ബുൽ ആലമീൻ സമയം നിശ്ചയിച്ചു കൊടുത്തു, വരാൻ പറഞ്ഞു. കൂടെ ആളുകളുണ്ട്, പക്ഷേ മൂസ അലൈഹിസ്സലാം അവരെ പിന്നിലാക്കി വേഗത്തിൽ ചെന്നു. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു തആല ചോദിച്ചു വമാ അഅജലക അൻ ഖൗമിക മൂസ,
മൂസ നിൻ്റെ കൗമിനെ പിന്നിലാക്കി ഇങ്ങനെ വേഗം വരാൻ കുറച്ച് ആളുകളും കൂടെ ഉണ്ടായിരുന്നു. അള്ളാഹു 40 ദിവസത്തെ സമയം നിശ്ചയിച്ച് തൗറാത്ത് നൽകാൻ വരാൻ പറഞ്ഞതാണ്. പക്ഷെ ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ മൂസ അലൈഹിസ്സലാം വേഗം എത്തി. അള്ളാഹു ചോദിച്ചു, വമാ അഅജലക അൻ ഖൗമിക മൂസ, ഖൗമിനെ പിന്നിലാക്കി എന്തേ മൂസ വന്നത്? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഹും ഉലാഇ അലാ അഥരി, റബ്ബി അവരെൻ്റെ പിന്നിലുണ്ട്. വഅജിൽതു ഇലൈക റബ്ബി ലിതർദ, വഅജിൽതു ഇലൈക റബ്ബെ ഞാൻ നിന്നിലേക്ക് ധൃതിപ്പെട്ടു വന്നത് ലിതർദ, നീ തൃപ്തിപ്പെടാൻ വേണ്ടിയാണ്. നിൻ്റെ തൃപ്തി എനിക്ക് കിട്ടാൻ, നിൻ്റെ റിദ അത് കിട്ടാനാണ് ഞാൻ ധൃതിപ്പെട്ടു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നോക്കൂ നിങ്ങൾ. സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലയൽതമിസു മർദാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തി അന്വേഷിച്ച് ഒരു അടിമ ചെല്ലും. അവൻ്റെ തൃപ്തി കിട്ടാൻ അവൻ ആ വഴിക്ക് പിന്നാലെ അവൻ ചെല്ലും. വലാ യസാലു ബിദാലിക, അവൻ പോയിക്കൊണ്ടേയിരിക്കും. അവൻ്റെ ആകെ ലക്ഷ്യം എന്താ? അള്ളാഹിനെ തൃപ്തിപ്പെടണം. ഫയഖൂലു അല്ലാഹു ലിജിബ്രീൽ, അള്ളാഹു ജിബ്രീലിനോട് പറയും, ഇന്ന ഫുലാനൻ അബ്ദി യൽതമിസു അൻ യുർദിയനി, എൻ്റെ ഒരടിമ ഇതാ എന്നെ തൃപ്തിപ്പെടുത്താൻ അവനിങ്ങനെ വഴി നോക്കി സഞ്ചരിക്കുന്നു. അലാ വ ഇന്ന റഹ്മതി അലൈഹി, എൻ്റെ റഹ്മത്ത് അവൻ്റെ മേലുണ്ട്. ഫയഖൂലു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം പറയും, റഹ്മത്തുല്ലാഹി അലാ ഫുലാൻ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇതാ ഒരുവന് ലഭിച്ചിരിക്കുന്നു. വയഖൂലുഹ ഹമലത്തുൽ അർശ്, അള്ളാഹുവിൻ്റെ അർശ് വഹിക്കുന്ന മലായികത്ത് അപ്പോൾ അത് പറയും. വയഖൂലുഹ മൻ ഹൗലഹു, അവർക്ക് ചുറ്റുമുള്ളവർ അത് പറയും. ഹത്താ യഖൂലഹ അഹ്ലുസ് സമാവാതി സബഅ, 7 ആകാശങ്ങളിലുള്ള മലക്കുകൾ മുഴുവൻ അത് പറയും. സുമ്മ തഹ്ബിതു ലഹു ഇലൽ അർദ്, പിന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതാ അവന് ഭൂമിയിൽ ഇറങ്ങുകയാണ്. നോക്കൂ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തി നീ ലക്ഷ്യമാക്കി ചെന്നാലുള്ള ശ്രേഷ്ഠതയാണിത്. നിങ്ങൾ നോക്കൂ, ഇതുകൊണ്ടാണ് ഇതിലേറ്റവും അള്ളാഹുവിൻ്റെ നബിമാർ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പിന്നാലെ സഞ്ചരിച്ച ഏറ്റവും പ്രധാനപ്പെട്ടവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. സുബ്ഹാനല്ലാഹ്, അവർ ജനിക്കുന്നതിന് മുൻപ് അവർ അള്ളാഹുവിൻ്റെ തൃപ്തി തേടി പോകുന്നവരാണ്, അള്ളാഹ്ക്ക് റുക്കൂവും സുജൂദും ചെയ്യുന്നവരാണ് എന്ന് അള്ളാഹു തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ജനിക്കുന്നതിന് കാലങ്ങൾക്ക് മുൻപ്. പരിശുദ്ധ ഖുർആനിൽ സഹാബത്തിനെ കുറിച്ചുള്ള തൗറാത്തിലും ഇൻജീലിലും, നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കുറിച്ച് തൗറാത്തിലും ഇൻജീലിലുമുണ്ട്. അതേക്കുറിച്ച് പറഞ്ഞ ആയത്താണ് ഏതായത്ത്? ആര് പറയും? ബറക്കല്ലാഹു ഫീക്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആയത്ത്. മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന ആയത്ത് സൂറത്തുൽ ഫത്തിഹിലാണ് ആയത്ത്. സൂറത്തുൽ ഫത്തിഹിൻ്റെ അവസാനത്തെ ആയത്താണ് സൂറത്തുൽ ഫത്തിഹിലെ അവസാനത്തെ ആയത്ത്. സൂറത്തുൽ ഫത്തിഹ് ഇറങ്ങാനുള്ള സന്ദർഭം എന്താണ്? ഹുദൈബിയ സന്ധിയാണ്. ഹുദൈബിയ സന്ധിയിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതിയപ്പോൾ ഖുറൈശികൾ അത് സമ്മതിച്ചില്ല. സുഹൈൽ ബിൻ അമർ മാറ്റിയെഴുതാൻ പറഞ്ഞു. മുഹമ്മദ് ബിൻ അബ്ദുല്ലാ എന്ന് എഴുതിക്കോളൂ. കമാ കുൻത തക്തുബ്, നിങ്ങൾ നേരത്തെ എഴുതാറുണ്ടായിരുന്ന പോലെ. അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചാൽ പിന്നെ നിങ്ങളും തമ്മിൽ ഈ തർക്കത്തിന് തന്നെ പ്രസക്തിയില്ലല്ലോ. അതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കരാറിൽ എഴുതാൻ പാടില്ല എന്ന് മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ വന്ന സുഹൈൽ ബിൻ അമർ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, മായിച്ചോളൂ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും, പക്ഷേ ഈ കരാർ മുന്നോട്ട് പോകാൻ വേണ്ടി മായിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അലിയാണ് നബിക്ക് വേണ്ടി കരാർ എഴുതുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാറിയില്ല, അലിയാണ് എഴുതുന്നത്. അലി പറഞ്ഞു, നബിയെ ഞാൻ വായിക്കൂല എന്ന് പറഞ്ഞു, എനിക്കത് വായിക്കാൻ കഴിയില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരിനി മക്കാന, എങ്കിൽ അത് എഴുതിയ സ്ഥലം എനിക്ക് കാണിച്ചു തരൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എഴുതിയത് എവിടെയാണെന്ന് അറിയില്ല. അരിനി മക്കാന, സ്ഥലം എനിക്ക് കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വായിച്ചു, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വായിച്ചു. പകരം എന്തെഴുതാൻ പറഞ്ഞു? മുഹമ്മദ് ഇബ്ൻ അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലാ നബീന വസല്ലം. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയാണ് ഹുദൈബിയ നടന്നത്. ആ ഹുദൈബിയയെക്കുറിച്ചാണ് അള്ളാഹു വലിയ വ്യക്തമായ വിജയം എന്ന് പറഞ്ഞത്. കാരണം ഹുദൈബിയ ഒരുപാട് വിജയങ്ങൾക്ക് കാരണമായി തീർന്നു. ആ സൂറത്തിൽ അള്ളാഹു പറഞ്ഞു, 7 ആകാശങ്ങൾക്ക് മുകളിൽ വെച്ച് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുൻ റസൂലുള്ളാഹ്. ഖുർആനിൽ ഒരേ ഒരു സ്ഥലത്ത് ഉള്ളത് അത് ഈ സൂറത്തിനാണ്. ഹുദൈബിയ ആണ് ആ സൂറത്തിൻ്റെ സബബുൻ നുസൂൽ. ഹുദൈബിയ ആണ് ആ സന്ദർഭത്തിലാണ് ആ സൂറത്തിറങ്ങിയത്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു, ആ നബിയുടെ കൂടെ ഉള്ളവർ, അശിദ്ദാഉ അലൽ കുഫാർ
റഹമാഉ ബൈനഹും, അവർ കുഫാറുകളോട് ഷിദ്ദത്തിൽ വർത്തിക്കുന്നവരും പരസ്പരം റഹ്മത്തിൽ വർത്തിക്കുന്നവരുമാണ്. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനഹു, അവരെ നിനക്ക് കാണാം സുജൂദും റുക്കൂഉം ചെയ്യുന്നവരായി അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ തൃപ്തിയും അവൻ്റെ റിദ്വാനും പ്രതീക്ഷിച്ചുകൊണ്ട്. സിമാഹും ഫി വുജൂഹിഹിം മിൻ അസരി സുജൂദ്, അവരുടെ മുഖത്ത് സുജൂദിൻ്റെ അടയാളങ്ങളുണ്ട്. ദാലിക മസലുഹും ഫി തൗറാത്ത്, അതാണ് അവരുടെ തൗറാത്തിലെ അടയാളം. അള്ളാഹു നേരത്തെ അവരെക്കുറിച്ച് അവർ അള്ളാഹുവിൻ്റെ തൃപ്തി അന്വേഷിക്കുന്നവരാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് നോക്കൂ, സുബ്ഹാനല്ലാഹ്, അവരുടെ ജീവിതത്തിൽ നമുക്ക് ധാരാളമായി കാണാം. നമുക്കറിയാം, ഉഹുദ് കഴിഞ്ഞ് ഉഹുദിലെ പരിക്കുകളോടെ, മുറിവുകളോടെ, വേദനയോടെ, സങ്കടത്തോടെ കഴിയുമ്പോഴാണ് വിവരം വരുന്നത് ഖുറൈശികൾ പിന്നെയും നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പുറപ്പെടാൻ പറഞ്ഞു. ഉഹദിൽ പങ്കെടുത്തവർ, സുബ്ഹാനല്ലാഹ്, ഉഹദിലെ മുറിവുകളോടെ, വേദനയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ പുറപ്പെടുകയാണ്. ഹംറാ ഉൽ അസദിലേക്ക് അവർ പുറപ്പെട്ടു പോയി. പക്ഷേ ഖുറൈശികൾ വന്നില്ല, അവർ പേടിച്ചു. അവരുടെ മനസ്സിൽ അള്ളാഹു ഭീതി ഇട്ട് കൊടുത്തു. അവരോട് ചിലർ വന്നിട്ട് പറഞ്ഞു, ഇതാ ഉഹദിലെ ആ മുറിവേറ്റ കത്തുന്ന പകയുമായിട്ടാണ് മുസ്ലിമീങ്ങൾ വരുന്നത്, നിങ്ങൾ ഉഹദ് പോലെ ആവുമെന്ന് വിചാരിക്കണ്ട. അങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ ഭീതി തോന്നി, അവർ തിരിച്ചുപോയി എന്നാണ്. അള്ളാഹു അതേക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈ പോയതിനെക്കുറിച്ച്, ഈ യുദ്ധം ചെയ്ത പ്രതിഫലമാണ് അവർക്ക്, ഈ മുറിവുകളോടെയാണ് പോയത്. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. അവരോട് പറഞ്ഞു, ഇതാ ജനങ്ങൾ നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പേടിച്ചോളൂ, ഇതാ ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത്. അവർ പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു വനിഅമൽ വക്കീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹി വഫദ്ലിൻ, അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ തൃപ്തിയോടെയും മടങ്ങി. ലം യംസസ്ഹും സൂഉൻ, അവരെ മോശമായതൊന്നും അവർക്ക് ഏറ്റില്ല, അഥവാ യുദ്ധം നേരിടേണ്ടി വന്നില്ല. വത്തബഉ റിദ്വാനല്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തി അവർ അതിനെ പിൻപറ്റിയിരിക്കുന്നു. അള്ളാഹു ദൂ ഫദ്ലിൻ അലീം, അള്ളാഹു മഹത്തായ ഔദാര്യം ചൊരിയുന്നവരാണ്. അവർ അള്ളാഹുവിൻ്റെ തൃപ്തി പിൻപറ്റിയിരിക്കുന്നു. അതുപോലെ നോക്കൂ, സഹാബത്തിനെ കുറിച്ച് ബൈഅത്തു റിദ്വാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ കരാർ ചെയ്ത ബൈഅത്തു റിദ്വാൻ, അതേക്കുറിച്ച് അള്ളാഹു സൂറത്തുൽ ഫത്തിൽ തന്നെ പറഞ്ഞു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, അള്ളാഹു ആ മുഅ്മിനീങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് യുബായിഉനക തഹ്ത ഷജറ, ആ മരത്തിന് കീഴെ വെച്ച് താങ്കളോട് അവർ കരാർ ചെയ്ത സന്ദർഭത്തിൽ. വഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു, അവരുടെ ഹൃദയം ശുദ്ധമാണ് എന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഫഅൻസല സകീനത അലൈഹിം, അള്ളാഹു അവർക്ക് സമാധാനം ഇറക്കിയിരിക്കുന്നു. അസാബഹും ഫത്ഹൻ ഖരീബ, അടുത്ത വിജയം അള്ളാഹു അവർക്ക് പ്രതിഫലമായി നൽകുകയും ചെയ്തിരിക്കുന്നു. ഇത് ഈ റിള സഹാബത്ത് പിൻപറ്റിയത് കൊണ്ട് നിങ്ങൾ നോക്കൂ, സഹാബിമാരുടെ പേരിനോടൊപ്പം ചേർക്കപ്പെട്ട വാക്കാണെന്ത്? റളിയല്ലാഹു അൻഹു. എത്ര കാലമായി മുസ്ലിമീങ്ങൾ പറയുന്നു? 1 വർഷം, 100 വർഷം, 200, ആയിരക്കണക്കിന് വർഷങ്ങൾ. ഇനിയും ഇൻഷാ അല്ലാഹ് സൂര്യൻ ഉദിക്കുന്ന കാലത്തോളം, പകലുകൾ മാറി മാറി വരുന്ന കാലത്തോളം മുസ്ലിമീങ്ങൾ സഹാബത്തിൻ്റെ പേര് കേട്ടാൽ എന്ത് പറയും? റളിയല്ലാഹു അൻഹും. അള്ളാഹു അവരെ തൃപ്തിപ്പെടുത്തി. അവരുടെ പേരിൻ്റെ കൂടെ അള്ളാഹു റബ്ബുൽ ആലമീൻ ആളുകളുടെ നാവിൽ, മുസ്ലിമീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ നാവിൽ അത് വെച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള ദുആ ആണ്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് ദുആ ചെയ്യൂ, ഞാൻ ഉത്തരം നൽകാമെന്ന് അള്ളാഹു പറഞ്ഞതാണ്. ഒരു മുഅ്മിനിൻ്റെ അസാന്നിധ്യത്തിൽ ഒരു മുഅ്മിൻ നടത്തുന്ന ദുആ മുസ്തജാബ്, ഉത്തരം ലഭിക്കുന്നതാണ്. കോടാനുകോടി മനുഷ്യർ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. എന്ത്? അള്ളാഹു അവരെ തൃപ്തിപ്പെടട്ടെ എന്ന്. സുബ്ഹാൻ, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടതിൻ്റെ അടയാളമാണത്. അവിടെ ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അവരെ ചീത്ത വിളിക്കാൻ ഒരുവൻ്റെ മനസ്സ് മെരുങ്ങിയെങ്കിൽ അങ്ങേയറ്റം ഭാഗ്യം കെട്ടവനാണ്. അവനെപ്പോലെ ഭാഗ്യം കെട്ടവൻ മറ്റാരുണ്ട്? അള്ളാഹു തൃപ്തിപ്പെടുന്ന കൂട്ടരെ പോരാ, അവരിൽ ഏറ്റവും ശ്രേഷ്ഠരെ അബൂബക്കറിനെ, ഉമറിനെ, സ്ത്രീകളിനാണെങ്കിൽ ആയിഷയെ, ഹഫ്സയെ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരാണ് റാഫിദികൾ, ഷീഇകൾ
ചീത്ത പറയുന്നത്, ലാനത്ത് ചൊല്ലുന്നത്. അവൻ്റെ ദീനിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇവരെ ചീത്ത വിളിച്ചിരിക്കണം. ഇവരെ ചീത്ത വിളിച്ചിട്ട് അവരുടെ ദീനിലേക്ക് പ്രവേശനം കൊടുക്കുന്ന ആളുകളാണ് സുബ്ഹാനല്ലാഹ് ഈ വിഭാഗം. നോക്കൂ, ഇവരുടെ ഒരൊറ്റ ഒരുത്തൻ്റെ ഒരു തെറിവിളിയും ഒരു ശാപവും സഹാബത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കുകയില്ല. ഒരു പോറൽ അവർക്ക് അതുകൊണ്ടുണ്ടാവുകയില്ല. എന്ന് മാത്രമല്ല, അവർക്ക് എന്താണ് അതുകൊണ്ടുണ്ടാവുക? ഖൈറാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ പറഞ്ഞു, ഇതാ ഇന്ന ആളുകൾ സഹാബത്തിനെ ചീത്ത പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ അമൽ അവസാനിപ്പിച്ചിരിക്കുന്നു, പക്ഷെ അവരുടെ അജ്ർ അവസാനിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. അമൽ തീർന്നല്ലോ, മരണത്തോടെ അമൽ തീർന്നു, പ്രവർത്തിക്കാൻ കഴിയില്ല. പക്ഷെ അജ്ർ പ്രതിഫലം തീർക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. അതിന് അല്ലാഹു ഈ ഖൗമിനെ നിശ്ചയിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അവർ സ്വയം അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയരാവുകയാണ്. അള്ളാഹു ഏറ്റവും തൃപ്തിപ്പെടുന്ന ആളുകളോട് വെറുപ്പ് വെച്ച് വളർത്തുക, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ വെറുക്കുക, അള്ളാഹു പുകഴ്ത്തിയവരെ ശപിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരായി തിരഞ്ഞെടുത്തവരെ ശത്രുക്കളായി കാണുക. നഊദു ബില്ലാ, എന്തൊരു ഖിദ്ലാനാണ്. അള്ളാഹു കൈവിട്ടതിൻ്റെ അടയാളമാണ്. ചിന്തിച്ച് നോക്ക്. അള്ളാഹു നമുക്ക് കാത്തിരക്ഷുമാറാകട്ടെ. അവരെ സ്നേഹിക്കേണ്ടത് ഇബാദത്താണ്. ഹുബ്ബുഹും ദീനുൻ വബുഗ്ദുഹും കുഫ്റുൻ വനിഫാഖുൻ. അവരോടുള്ള സ്നേഹം ദീനാണ്, അവരോടുള്ള വെറുപ്പ് കുഫറും നിഫാഖുമാണ്. അവരെ സ്നേഹിക്കുക എന്നത് ദീനാണ്, അത് ഈമാനിൻ്റെ ഭാഗമാണ്. നീ ഒന്നും ചെയ്യേണ്ട, അവരെ സ്നേഹിച്ചാൽ മതി, നിനക്ക് അള്ളാഹിൻ്റെ പ്രതിഫലം ലഭിക്കും. അത് ഇബാദത്തായി കാണും. അവരോടുള്ള സ്നേഹം നീ ഇബാദത്തായി കാണും. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വേണ്ടി, പലർക്കും വേണ്ടി, സഹാബത്തിൽ വളരെ പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വന്ന സിഗാറുകൾ ആ സഹാബത്തിന് വേണ്ടി കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദുആ അല്ലേ അത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി പറഞ്ഞ എന്താണ്? അല്ലാഹുവേ, അബൂ ഹുറൈറയോടും ഉമ്മയോടും നീ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ടാക്കണേ എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങനെ ദുആ ചെയ്ത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് കാണാം. മുഅ്മിനീങ്ങൾക്ക് പൊതുവെ എന്തുണ്ടാവും? അബൂ ഹുറൈറയുടെ ഉമ്മയോടും സ്നേഹമുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനെ പിടിച്ചിട്ട് പറയാണ് എന്ത്? അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബു ഫഅഹ്ബിബ് മൻ യുഹിബ്ബു. അല്ലാഹുവേ, ഞാൻ ഹസനെ സ്നേഹിക്കുന്നു, നീ സ്നേഹിക്കണമേ. ഹസനെ സ്നേഹിക്കുന്നവരോട് നീ സ്നേഹം ഉണ്ടാക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അഹ്ലുസുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ സ്നേഹിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരല്ലാത്ത സഹാബിമാരെ സ്നേഹിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരായ സഹാബത്തിനോട് നമുക്ക് രണ്ട് രൂപത്തിൽ സ്നേഹമുണ്ട്. എന്താണത്? ഒന്ന് നബി കുടുംബമാണെന്ന സ്നേഹവും പരിഗണനയും, അതുപോലെ സഹാബത്താണെന്ന സ്നേഹവും പരിഗണനയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ സഹാബിമാരെയും നമ്മൾ സ്നേഹിക്കുന്നു. നബിയുടെ അഹ്ലുബൈത്തിൽപ്പെട്ട സഹാബത്തിന് അഹ്ലുബൈത്തിൻ്റെ പ്രത്യേകത കൂടി. ഇതാണ് അഹ്ലുസുന്ന. നബിയുടെ അഹ്ലുബൈത്തിൻ്റെ പ്രാധാന്യം കുറച്ച് കാട്ടുന്നവരല്ല, മറിച്ച് അത് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യും. കാരണം നമ്മുടെ നബിയുടെ കുടുംബക്കാരാണവർ. സുബ്ഹാനല്ലാഹ്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഖൽഖുൽ ഖുർആനിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ പിൽക്കാലത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ താങ്കൾ ഉപദ്രവിച്ച ഖലീഫക്ക് താങ്കൾ മാപ്പ് കൊടുക്കുമോ? പിന്നെ അദ്ദേഹം പറഞ്ഞതായി അറിയപ്പെട്ട വാക്കുകളിലൊന്നാണ്. കാരണം ഇവർ അബ്ബാസി ഖലീഫമാരാണ്. അബ്ബാസി കുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരാണ്. നബിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ഞാൻ എന്തിനു മാപ്പ് കൊടുക്കാതിരിക്കണം എന്നാണ് ആര് പറയുന്നത്? ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് പറയും. സുബ്ഹാനല്ലാഹ്, നബി കുടുംബത്തിൻ്റെ സ്ഥാനം അത്രയും അവരുടെ മനസ്സിൽ ഉണ്ട് എന്നാണ്. ആ നബി കുടുംബം എന്ന സ്ഥാനം അവർക്ക് പ്രയോജനപ്പെട്ടത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പിൻപറ്റിയതുകൊണ്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയില്ല എങ്കിൽ അവർക്ക് ആ കുടുംബബന്ധം പ്രയോജനപ്പെടുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂ താലിബിന് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആർക്ക് പ്രയോജനപ്പെടും? നിങ്ങൾ ചിന്തിച്ചു നോക്കി. അബൂ താലിബിന് നബി ഇത്രയും സഹായിച്ച ആൾക്ക് ഈമാൻ സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ ശാശ്വത നരകത്തിനാണ് അബൂ താലിബ്, സഹായിച്ചിട്ട് കൂടി. അതുപോലെ ശത്രുക്കളായിരുന്ന ആളുകൾ, അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഉപ്പയുടെ സഹോദരനാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധ ഖുർആനിൽ അന്ത്യനാൾ വരെ ജനങ്ങൾക്ക് ഓതാൻ ആയത്തിറക്കി അവനെ ശപിച്ചുകൊണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയത് കൊണ്ടാണ് അവർക്ക് ആ ബന്ധം
പ്രയോജനപ്പെട്ടത്. അതല്ല എങ്കിൽ അത് പ്രയോജനപ്പെടുകയില്ല. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരെ കൂടുതൽ സ്നേഹിക്കുന്നു, സഹാബത്തിനെ സ്നേഹിക്കുന്നു, സഹാബത്തിനെ മുഴുവൻ നമ്മൾ സ്നേഹിക്കുന്നു. നിങ്ങൾ നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ലഭിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെ നമ്മൾ തൃപ്തിപ്പെടണം എന്നത്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് ഉണ്ടാകുന്ന, അവൻ നമുക്ക് നൽകിയ കാര്യങ്ങളിലും തൃപ്തിപ്പെടണം എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാഖ തഅമൽ ഈമാൻ മൻ റദിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ ബിമുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഈമാനിൻ്റെ മധുരം അനുഭവിച്ചിരിക്കുന്നു ആര്? ഈമാനിൻ്റെ രുചി അറിഞ്ഞിരിക്കുന്നു അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീനായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായും തൃപ്തിപ്പെട്ടവൻ. ഈമാനിൻ്റെ രുചി അറിഞ്ഞു എന്നാണ്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്ന്, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ഇലാഹ് എന്നതിൽ നിനക്ക് തൃപ്തി ഉണ്ടാകണം. അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. രണ്ട്, അവനാണ് നിൻ്റെ റബ്ബ് എന്നതിൽ നിനക്ക് തൃപ്തി ഉണ്ടാകണം. മൂന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളിൽ നിനക്ക് തൃപ്തി ഉണ്ടാകണം. അള്ളാഹു വിധിച്ചതിൽ നിനക്ക് തൃപ്തി ഉണ്ടാകണം. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിലേ അള്ളാഹുവിനോടുള്ള തൃപ്തി ഉണ്ടാകൂ എന്നാണ്. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടണം, ഇലാഹായി തൃപ്തിപ്പെടണം, അതുപോലെ അള്ളാഹു കൽപ്പിച്ചതിൽ തൃപ്തിപ്പെടണം, അള്ളാഹു വിധിച്ചതിൽ നിനക്ക് തൃപ്തി ഉണ്ടാകണം. അള്ളാഹുവിനെ ഇലാഹായി തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനോട് മാത്രം സഹായം തേടുക, അവനിലല്ലാതെ അവലംബിക്കരുത്. റബ്ബായി തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അവനാണ് നിന്നെ സൃഷ്ടിച്ചവൻ, അവനാണ് നിന്നെ നിയന്ത്രിക്കുന്നവൻ എന്നതിൽ നിനക്ക് തൃപ്തി ഉണ്ടാകണം. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ച വിധിയിൽ അള്ളാഹു ഒരു കാര്യം നിയമമാക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് തൃപ്തി വേണം. ഇനി പ്രാപഞ്ചികമായ അള്ളാഹു വിധിച്ച വിധിയിൽ തൃപ്തി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഫദ്ലിനാൽ, അവൻ്റെ ഔദാര്യത്താൽ വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുന്ന വല്ല കാര്യവും റബ്ബിൻ്റെ വിധിയാൽ നിനക്ക് ഉണ്ടായോ എങ്കിൽ നിർബന്ധം സബറാണ്, മുസ്തഹബാണ് റിദ. ശ്രദ്ധിക്കുക, അള്ളാഹുവിൻ്റെ വിധിയാൽ നിനക്ക് പ്രയാസം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായി, വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം, അള്ളാഹുവിൻ്റെ ഖദർ, അവൻ വിധിച്ച വിധി എന്ന നിലക്ക് അത് മുഴുവൻ ഖൈറാണ്. അവൻ്റെ വിധിയാൽ ഉണ്ടാകുന്ന കാര്യത്തിലാണ് നിനക്ക് പ്രയാസം ഉണ്ടാവുള്ളൂ. വിധി എന്നത് അവൻ്റെ പ്രവൃത്തിയാണ്, വിധിക്കുക എന്ന അവൻ്റെ പ്രവൃത്തിയിൽ മുഴുവൻ ഖൈറാണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹ് ഏത് കാര്യം വിധിച്ചാൽ അവൻ്റെ പിന്നിൽ ഹിക്മത്ത് ഉണ്ടാവും, നമുക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ആ വിധിയാൽ ഇപ്പോൾ ഉണ്ടായ കാര്യം നിനക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ വേദന ഉണ്ടാക്കുന്ന കാര്യത്തിൽ നീ തൃപ്തിപ്പെടണം എന്നത് വാജിബല്ല, നിർബന്ധമല്ല. മറിച്ച് അവിടെ നിർബന്ധം എന്താണ്? സബർ, ക്ഷമിക്കണം. നീ മോശമായത് നിൻ്റെ നാവ് കൊണ്ട് പറയാൻ പാടില്ല, അള്ളാഹിനെ കുറിച്ച് മോശം പറയാൻ പാടില്ല, അള്ളാഹുവിനെ കുറിച്ച് മോശമായി ചിന്തിക്കാൻ പാടില്ല. കണ്ണുകൾ നിറയും, കൽബ് വേദനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ എന്ത് പറഞ്ഞു? ഇന്നൽ ഐന തജ്മ വൽ ഖൽബ യഹ്സൻ. കണ്ണുകൾ നിറയും, ഹൃദയം വേദനിക്കും. വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന. എന്നാൽ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതല്ലാതെ നമ്മൾ നാവ് കൊണ്ട് പറയുകയില്ല. അപ്പോൾ പ്രയാസപ്പെടുന്ന വല്ലതും ഉണ്ടായോ, സബറാണ് നിർബന്ധം. പക്ഷേ റിദ, തൃപ്തി എന്നത്, അതിലും തൃപ്തിപ്പെടുക എന്നത് മുസ്തഹബാണ്, അത് പുണ്യകരമാണ്, അത് ഉന്നതമായ പദവിയാണ്. അത് എല്ലാവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഇതിലേറ്റവും പൂർണ്ണത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഇതിലേറ്റവും പൂർണ്ണത. നബിയേക്കാൾ ഇതിൽ പൂർണ്ണത ഒരാൾക്കും എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടില്ല. സലഫുകളിൽ, മുൻഗാമികളിൽപ്പെട്ട ഒരാളുടെ മകൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെടുകയും അദ്ദേഹം ചിരിക്കുകയും ചെയ്തു എന്നാണ്. ചിരിക്കുകയും ചെയ്തു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവിയിലെത്താൻ സാധിച്ചില്ല, ഇത് നബിയേക്കാൾ ഉന്നതമായ പദവിയിലെത്തിയതല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുഞ്ഞിനോടുള്ള സ്നേഹവും
കുഞ്ഞ് നഷ്ടപ്പെട്ടതിലുള്ള വേദനയും നബിക്കുണ്ടായിരിക്കെ അതിൽ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കെ അള്ളാഹുവിൻ്റെ വിധിയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിപൂർണമായ തൃപ്തിയാണ്. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു. അതിലാണ് പൂർണ്ണതയുള്ളത്. ആ വേദന ഉണ്ടായിരിക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെട്ടു. സന്താനം ഉണ്ടായിട്ട് ചിരിച്ച ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മുകളിൽ പദവിയിലെത്തിയോ? എത്തിയിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഉയർന്ന പദവിയിൽ ഒരാളും എത്തുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എല്ലാത്തിൻ്റെയും അളവുകോൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിലത്തെ ഒരാൾക്ക് സാധിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ എത്തിയോ അതാണ് പൂർണ്ണ. അതിനപ്പുറത്തൊരു പൂർണ്ണതയില്ല. അതിനപ്പുറത്ത് ഒരാൾക്കും അതിന് മുൻപും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല, ഇനി ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കുകയുമില്ല. പറഞ്ഞു വന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിയിൽ ഇങ്ങനെയാണ്. വേദനിപ്പിക്കുന്ന കാര്യം ഉണ്ടായോ? സബ്റേ നിർബന്ധമുള്ളൂ. അൽഹംദുലില്ലാഹ്, തൃപ്തിപ്പെടുക എന്നത് അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ. കാരണം അത് എല്ലാവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. നോക്കൂ, ഇതാണ് അള്ളാഹുവിൻ്റെ റിദാ, അവൻ്റെ സിഫത്ത് എന്ന വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചുരുക്കി പറയാനുള്ളത്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫളഹുല്ലാ അദ്ദേഹം റിദ്വാനും മിനല്ലാഹി അക്ബർ എന്ന അള്ളാഹുവിൻ്റെ സൂറത്തു തൗബയിലെ ആയത്തിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഭാഗങ്ങൾ, അതേക്കുറിച്ചുള്ള തഅമ്മുലാത്ത് എന്ന മനോഹരമായൊരു റിസാല എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്ന് പറഞ്ഞ ബഹുഭൂരിഭാഗം കാര്യങ്ങൾ ആ റിസാലയിൽ നിന്നുള്ള വളരെ മനോഹരമായൊരു റിസാലയാണത്. അതിലെ ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞതിൽ ഭൂരിഭാഗം കാര്യങ്ങളും. ഷെയ്ഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അല്ലാഹു തആല അഅലം. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.